പക്ഷെ ആൾക്കാർ ഡിസിഷൻ എടുക്കുന്നില്ല. ആ ഡിസിഷൻ എടുക്കാതിരുന്നത് അതിൻ്റെ പ്രധാന കാരണം. സർ, നമ്മുടെ ഇവിടെ വരുന്ന എൻക്വയറീസിലോ ലീഡ്സിലോ പല സമയത്തും പല കോൾസും വളരെ ഡെസ്പറേറ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട സമയത്ത് ഒരു ആക്ഷൻ എടുത്തില്ല. ഇന്ന് നോക്കുമ്പോൾ റേറ്റ് ഭയങ്കര റേറ്റാണ്, അല്ലെങ്കിൽ അവർ വിചാരിച്ച സ്ഥലത്ത് കിട്ടാനില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ലേറ്റസ്റ്റ് സ്റ്റേജിലായിട്ട് അവർക്ക് കാണുന്നുണ്ട്. അപ്പോൾ സാറുടെ എക്സ്പീരിയൻസിൽ ഒരു വ്യക്തിക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങാനുള്ള ഒരു റൈറ്റ് ടൈം അല്ലെങ്കിൽ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു അഡ്വൈസ് കൊടുക്കാമോ? ഞാൻ മാസത്തിൽ 2 പ്രാവശ്യം ഇവിടെ സെയിൽസ് മീറ്റിംഗ് നടത്താറുണ്ട്, എല്ലാ സെയിൽസുകാരുമായിട്ടൊക്കെ. അപ്പോൾ അതിലെല്ലാം കൂടുതലും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമുണ്ട്. ക്ലയൻസ്, അത് എൻക്വയറി ചെയ്ത ആൾക്കാർ ഡിസിഷൻ എടുക്കുന്നത് ലാഗായി പോകുന്നു എന്ന് പറയും. ഇത് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ഉപേക്ഷിക്കാവുന്ന ഒരു ഫെസിലിറ്റിയല്ല സ്വന്തം ഭവനം എന്നുള്ളത്. വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപേക്ഷിക്കാം. ഭവനം, അതുപോലെ തന്നെ ഡ്രസ്സ്, ഫുഡ്, ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഭവനം മേടിക്കാൻ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തോന്നിയാൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാമ്പത്തികമായ ഒരു അവസ്ഥ കൈമുതലായി വന്നു കഴിഞ്ഞാൽ, നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ, അല്ലെങ്കിൽ ബാങ്കിലിട്ടാൽ എനിക്ക് 6% പലിശ കിട്ടും, എനിക്ക് അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് പോയാൽ നമ്മളൊരു 3 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബാങ്കിലിട്ടിരിക്കുന്ന പൈസയുടെ മൂല്യം തന്നെ ഇല്ലാതാകുകയും അത് ഡിഫ്ലേഷൻ കാരണം അതിൻ്റെ റേറ്റ് കുറയുകയും, ഇതുപോലുള്ള കാര്യങ്ങളുടെ ഈ വീടുകൾ അല്ലെങ്കിൽ ഭവനങ്ങൾ അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ ഇതിൻ്റെ എല്ലാം വില കയറിക്കൊണ്ടിരിക്കുകയല്ല, ഒരിക്കലും കുറയുന്നില്ല എന്നുള്ള സത്യം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാനോ ഒരു വീട് വാങ്ങിക്കാനോ ഒരു ലാൻഡ് വാങ്ങിക്കാനോ സൗകര്യം ആയിക്കഴിഞ്ഞാൽ 100% വേണമെന്നില്ല, ഒരു പരിധിവരെ നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാവുന്ന ആയിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു ഗോ ഫോർ ദാറ്റ്. കാരണം അതൊരു ഓപ്പർച്യൂണിറ്റി അല്ല, ഇറ്റ് ഈസ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇത് ലാഗ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു പരിധിവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഇമ്മീഡിയറ്റ് യു ഡു ഇറ്റ്. അതിൻ്റെ അപ്രീസിയേഷൻ എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈവൻ ദോ ഇഫ് യു ബൈ വൺ അപ്പാർട്ട്മെൻറ്റ്, ഇറ്റ്സ് എ ബുക്ക് വിത്ത് 2 lakhs or 3 lakhs or 5 lakhs, യു പെയ്ഡ് 50 lakhs ടോട്ടൽ. ഒരു ഹാഫ് ഓഫ് ദ പ്രൈസ് ആ അപ്പാർട്ട്മെൻറ്റ് പേ ചെയ്താലും നാളെ നിങ്ങൾക്കത് വിൽക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ സെയിൽസുകാർ അത് വിറ്റ് തരും. ഈ 50 ലക്ഷം ഇന്ന് കൊടുത്തെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് പ്രൈസ് ചിലപ്പോൾ 53-54 ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ വിറ്റാലും നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് മണി. നിങ്ങൾക്ക് പ്രോഫിറ്റേ ഉള്ളൂ, നിങ്ങൾക്ക് നഷ്ടമില്ല. കാരണം അപ്പാർട്ട്മെൻറ്റ് വാല്യൂ കയറിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിലൊരു എക്സാമ്പിൾ പറയാം. 2002 ഞാൻ മർച്ചൻ്റ് നേവിയിൽ നിന്ന് പോന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു മലയിടിച്ച് തിന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ മല ഉണ്ടാവില്ലെന്ന് എനിക്ക് ബോധ്യമായി. അപ്പോൾ എനിക്കൊരു വരുമാനമാണ്, കാരണം റിട്ടയർ ചെയ്ത് വന്നിരിക്കുക, എനിക്കൊരു വരുമാനം ഉണ്ടാകണം. അപ്പോൾ എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് വീടില്ല. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ തറവാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ഥലമൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ കേസ്. പക്ഷെ ഒരു ഭവനമായിട്ടില്ല. അങ്ങനെ ഞാൻ റിയൽ എസ്റ്റേറ്റിലേക്ക് വരാം. കാരണം മലയിടിച്ചിട്ടാൽ മല ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്യാം, ബിസിനസ്സിലേക്ക് കിടക്കാം. എന്നിരുന്നാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള കരുതി അങ്ങനെ ഞാൻ കാക്കനാട് 80-90 സെൻറ്റ് സ്ഥലം ആദ്യത്തെ ഒരു പ്ലോട്ട് വാങ്ങിച്ചിട്ട് അതിലൊരു 5-8 വീടുകൾ, 2500 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ ചെയ്ത് വയ്ക്കാനുള്ള ഒരു പ്ലാനൊക്കെ ഇട്ടു. അങ്ങനെ പണിത് ഓരോന്നോരോ പണിയുന്നതനുസരിച്ച് വിറ്റുപോയി. നല്ല ഡിമാൻഡുണ്ട്, വിറ്റുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേരം തോന്നി ഒരെണ്ണം എനിക്ക് വേണ്ടി ഇവിടെ വയ്ക്കാമെന്ന് തോന്നിയപ്പോഴും അന്നേരം എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു, എന്തിനാണിത്, ഞാൻ ഏതായാലും ഇത് ഉണ്ടാക്കി വെക്കുന്ന ആളല്ലേ, എനിക്കത് എപ്പോൾ വേണമെങ്കിലും സ്വായത്തമാക്കാൻ പറ്റുമല്ലോ എന്ന് കരുതി. പക്ഷേ ആ വില്ലകൾ ഞാൻ വിറ്റിരുന്നത് 25 ലക്ഷത്തിൽ 26 ലക്ഷം രൂപയ്ക്കാണ്. ഈ 2000 ചില്ലാനം സ്ക്വയർ ഫീറ്റ് വില്ലകൾ ഞാൻ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ പെർ സ്ക്വയർ ഫീറ്റ് 1000 രൂപ ഇൻക്ലൂഡിങ് ലാൻഡ് വരുന്നു എന്നുള്ളതാണ്. 6-7 സെൻറ്റിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് 2002 ലാസ്റ്റ് 2014
എനിക്കേതായാലും സ്വന്തം 2006 എനിക്ക് ഇവിടെ കാക്കനാട് അല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ടൊരു വീട് സ്വന്തമായിട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനി താമസിപ്പിക്കേണ്ടെന്ന് കരുതി അങ്ങനെ ഞാൻ ആ സമയങ്ങളിൽ വിറ്റുകൊണ്ടിരുന്നൊരു വില്ല എടുത്തു. അതിൻ്റെ വില ഇതിനേക്കാൾ കുറച്ച് ലാൻഡിൽ അതിൻ്റെ വില എനിക്ക് വന്നിട്ട് 75 ലക്ഷം രൂപയായി. സോ യു സീ ദ ഡിഫറൻസ്. ഇത് തന്നെയാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. കാരണം നമ്മളുടെ ബിസിനസ് അതാണ്. ഞാൻ ഏതെങ്കിലും വില്ല ഉണ്ടാക്കി വെക്കുന്ന ആളാണല്ലോ. അപ്പോൾ എനിക്ക് പിന്നെ അതിനകത്ത് കാര്യമില്ല. പക്ഷേ ആ വേരിയേഷൻ, നമ്മളുടെ ആ ക്യാപിറ്റൽ വന്ന വേരിയേഷൻസും ഡിഫറൻസൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് എനിക്ക് മനസ്സിലാക്കി. അത് ആദ്യമേ തന്നെ ഞാൻ എടുത്തിട്ട് എനിക്ക് ആ കോസ്റ്റിലൊരു വില്ല കിട്ടിയാനെ. അതുപോലെയാണ് നമ്മളുടെ ആൾക്കാർ. ആ വില്ല ഉണ്ടാക്കുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം 10 ഉണ്ടാക്കുമ്പോൾ 1 അതിൻ്റെ കൂട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കും. അതിന് യാതൊരുവിധ എനിക്കൊരു സാമ്പത്തിക ഡാമേജ് ഉണ്ടാക്കില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ താമസിക്കരുത്. ഡിസിഷൻ ഷുഡ് ബി ഓൺ ദ സ്പോട്ട്. നമ്മൾ തീരുമാനം നേരത്തെ എടുക്കുക. ഇപ്പം ഞാൻ ഒരു വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദെൻ യു ഷുഡ് വർക്ക് ടുവേർഡ്സ് ദാറ്റ്. ഇപ്പോൾ ഇതുപോലുള്ള ഇപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അവരുടെ ഒരു ഭവനം വാങ്ങിക്കണം, ഒരു ഫ്ലാറ്റ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഫ്ലാറ്റ് വാങ്ങിക്കണം, 1 കോടി രൂപയുടെ അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോഴേ നിങ്ങൾ മറ്റുള്ളവർ ചിന്തിക്കും 1 കോടി രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ളതാണ് പിന്നത്തെ ചിന്ത മുഴുവനും. മനസ്സിലായി? അതിന് നിങ്ങളൊരു ന്യൂ ലോഞ്ച് പ്രോജക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഹാർഡ്ലി ഒരു 10 ലക്ഷം രൂപയായിരിക്കും ടോട്ടൽ ആദ്യം കൊടുക്കേണ്ടി വരിക. ബാക്കിയുള്ളത് ആ പ്രോഗ്രസ് അനുസരിച്ച് ഗ്രാജുവലായിട്ട് കൊടുത്ത് മുന്നോട്ട് പോയി 4 വർഷം 3.5 വർഷം 4 വർഷം കൊണ്ട് നിങ്ങൾക്കത് സ്വന്തമാക്കി താമസിക്കാനുള്ള സൗകര്യത്തിലേക്ക് വരും. അതിന് നിങ്ങൾക്ക് ബാങ്കുകാർ സപ്പോർട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമ്മൾ മടിച്ചു നിന്നു, ഇനി എൻ്റെ കയ്യിൽ 1 കോടി രൂപ വരട്ടെ, അപ്പം ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ഡെപ്പോസിറ്റ് 1 കോടി രൂപ വരട്ടെ, അപ്പം ഞാൻ വീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ അന്ന് 1 കോടി രൂപ വരുമ്പോൾ 2 കോടി രൂപയ്ക്ക് പോലും ഈ ഭവനം കിട്ടില്ല എന്നുള്ള സത്യമാണ്. അപ്പോൾ ഇത് നമ്മളൊരു തീരുമാനം ഓരോ വ്യക്തിക്കും, എനിക്കൊക്കെ അന്ന് ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല. ഇത് ഞാൻ എൻ്റെ കമ്പനിയുടെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കാനോ വില്ല മേടിക്കാനോ ഇല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് ബിൽഡറിൻ്റെ വേണമെങ്കിലും എടുത്തു, ഇനി സ്വന്തമായിട്ടാണെങ്കിൽ ചെയ്തു, ബട്ട് യു ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. നിങ്ങളിൽ ചെറിയൊരു ശതമാനം പൈസ മുടക്കാൻ താല്പര്യം കയ്യിലുണ്ടെങ്കിൽ അത് മുടക്കിക്കൊണ്ട് തുടങ്ങുക. ഒരു ഇഷ്ടി വെച്ച് തുടങ്ങിയാലും അതൊരു 2 വർഷം 3 വർഷം കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫുൾ പൈസക്ക് വേണ്ടി നിന്നിട്ട് അതിനെപ്പറ്റി വെയിറ്റ് ചെയ്ത് നിന്നാൽ ഇതൊന്നും ഒരിടത്തും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ഈ കൊറോണ വന്നപ്പോൾ ഉള്ളൊരു സംഭവമായിരുന്നു. പല ആൾക്കാരും പലയിടത്തുനിന്നും വിദേശങ്ങളിൽ നിന്നൊക്കെ തിരിച്ച് ധാരാളം ആൾക്കാർ വന്നു, മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ആൾക്കാർ വന്നു. അപ്പോൾ ഇവരെല്ലാം വന്നപ്പോൾ ഇവിടെ താമസിക്കാൻ സ്ഥലമില്ലാതായി. എല്ലാവരും വാടക വീട് അന്വേഷിച്ച് നടക്കുക. ആ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെടുമ്പോൾ വാടക കൊടുക്കാനാണെങ്കിൽ പൈസ ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. ഫുഡ് ഓക്കെ, നമ്മൾക്ക് 2 ദിവസം പട്ടിണി കിടക്കും, പക്ഷേ കിടക്കാനുള്ളൊരു കിടപ്പിടം ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഒരു ഭവനം സ്വന്തമാക്കുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു എയിം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം നിങ്ങളിൽ മാത്രമല്ല, ഗൃഹനാഥനാണല്ലോ ഇത് കൂടുതൽ പറയുന്നത്. ഞാൻ ഈ ഗൃഹനാഥന്മാരോടാണ് ഇത് കൂടുതൽ പറയുന്നത്. നിങ്ങളുടെ ഫാമിലിയുടെ സേഫ്റ്റിയാണ് നോക്കുന്നത്. ഇനി മക്കളൊക്കെ വലുതായാലും ഒരു 2 മുറിയുള്ളെങ്കിലും നിങ്ങൾക്ക് ഒന്നിച്ചവിടെ കിടന്ന് ഉറങ്ങാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. പുറത്തുപോയി അല്ലെങ്കിൽ വേറൊരു വാടകയ്ക്കെടുത്ത് 2 മാസം 3 മാസം അവിടെ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് അത് ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന അവസ്ഥകൾ പലരുടെയും ഞാൻ കണ്ടിട്ടുണ്ട്. 10 പ്രാവശ്യമൊക്കെ ഷിഫ്റ്റ് ചെയ്ത ആൾക്കാർ 3 വർഷത്തിനുള്ളിൽ 10 വീടുകൾ ഷിഫ്റ്റ് ചെയ്യുക, അത് തന്നെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു കേഴ്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് സൗകര്യമുള്ളപ്പോൾ, നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഉള്ളപ്പോൾ ഡെഫിനറ്റ്ലി ഇതിലേക്ക് ഇറങ്ങുക, ചെറുതായിട്ട് കൊടുക്കുക. തന്നെ നിങ്ങളെ പ്രചോദനം ഉണ്ട്, അത് കൊടുത്തേ പറ്റുള്ളൂ. യു ഹാവ് ടു പേ ദം, യു ഹാവ് ടു പേ ദ ബിൽഡർ, യു ഹാവ് ടു പേ ദ ലേബറോ വാട്ട് എവർ. അപ്പോൾ അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറും. നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഉത്തരവാദിത്തം കുറവാണ്. ഇപ്പോൾ ഒരു കമ്പനി ഇപ്പോൾ കോൺഫിഡൻറ്റിന് വാങ്ങിച്ചു, നിങ്ങൾ 10% തന്നു അല്ലെങ്കിൽ 20% തന്നു കഴിഞ്ഞാൽ പിറ്റേ മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ വേറെ 5% ചോദിക്കുമെന്ന് നിങ്ങൾക്കറിയാം. then you will alert, you will be in
ഒരു എന്താ പറയണ ഒരു ട്രാക്കിലായിരിക്കും. നിങ്ങൾക്കറിയാം ഞാനിത് ഉണ്ടാക്കിയേ പറ്റുള്ളൂ, യു ഹാവ് ടു ഡു ഇറ്റ്, ഇല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. ലോങ് റണ്ണിൽ ഇത് കഴിഞ്ഞ് ഇത് വീട് സ്വന്തമായി കഴിയുമ്പോൾ നിങ്ങൾ അന്ന് തിരിച്ചു നോക്കുമ്പോൾ ഇത് ഞാൻ ചെയ്തത് ഒരു വളരെ വലിയൊരു കാര്യമായി പോയിരുന്നു, ഞാനല്ലാതെ എൻ്റെ കയ്യിൽ 1 crore വന്നിട്ടേ ഞാൻ വാങ്ങിക്കുകയുള്ളൂ എന്നുള്ള ആ ചിന്ത വെച്ചുകൊണ്ടിരുന്നെങ്കിൽ എനിക്കിത് സ്വന്തമാക്കാൻ പറ്റില്ലായിരുന്നു. യുദ്ധത്തിൻ്റെ പ്രത്യാഘാതമായിട്ട് കേരളത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടായി. സാമ്പത്തിക ബുദ്ധിമുട്ട് പ്ലസ് ഓയിലിൻ്റെ ഷോർട്ടേജ്, ഗ്യാസിൻ്റെ ഷോർട്ടേജ്, നമുക്കറിയാം. എല്ലാ തരത്തിലും ബിസിനസ്സുകളെ ബാധിച്ചു. അത് റിയൽ എസ്റ്റേറ്റിനെ ബാധിച്ചിരുന്നു. സത്യത്തിൽ ഞങ്ങൾ ഈ ഓൺലൈൻ മീഡിയയിലൂടെയാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയാണ് നമ്മൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻക്വയറീസ് ആർ വെരി ഗുഡ്. എൻക്വയറീസ് ധാരാളം ഉണ്ടായിരുന്നു, അതിനൊന്നും ഒരു കുറവുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ ഡിസിഷൻ എടുക്കുന്നില്ല. ആ ഡിസിഷൻ എടുക്കാതിരുന്നത് അതിൻ്റെ പ്രധാന കാരണം ഇവരുടെ ജോലി ഉറപ്പുണ്ടോ, ജോലിയിൽ നിന്ന് പോകുമോ, അല്ലെങ്കിൽ പിരിച്ചുവിടുമോ, അല്ലെങ്കിൽ സാലറി കട്ട് ചെയ്യുമോ, അങ്ങനെ ഞങ്ങളുടെ EMI അല്ലെങ്കിൽ അതെല്ലാം തിരിച്ചടവുകളൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും എന്നുള്ളൊരു ഭയം, ഒരു ഭീതി, അല്ലെങ്കിൽ ഇവരുടെയുള്ള ലിക്വിഡിറ്റി, ഒരു റിസർവ് ക്യാഷ് ഉണ്ടാവുമല്ലോ, അത് തീർന്നു പോയാൽ, ഒരു സിനാരിയോയിൽ ഒരു 6 മാസം ജോലി ഇല്ലാതായാൽ എന്തായിരിക്കും സിറ്റുവേഷൻ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ പല ആംഗിളിൽ ആൾക്കാർ ചിന്തിക്കും. അത് ശരിയാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ആ റിഫ്ലക്ഷൻ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലും മറ്റുള്ള എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നു തുടങ്ങി. ഇത് വേറൊരു സെക്കൻഡ് ഇന്നിങ്സ് ആയിട്ട് വരുന്നതാണ്. പിന്നെ എല്ലാവർക്കും അവരുടെ മറ്റുള്ള പുറയിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല, മുന്നോട്ട് തന്നെ പോകണം. നമ്മളുടെ ഒരു ആഗ്രഹം, ഇപ്പോൾ നിങ്ങളൊരു സ്വന്തം ഒരു ഡ്രീം ഹോം വേണമെന്നുണ്ടെങ്കിൽ അത് എത്രയും നേരത്തെ സ്വായത്തമാക്കുക. കാരണം ഇതിൻ്റെ ഈ കോൺസിക്വൻസസ്, ഈ ഓയിൽ ആൻഡ് ഗ്യാസ്, ഇതിൻ്റെ കോൺസിക്വൻസസ് വിൽ ഗോ മിനിമം 2-3 months. അതിനുള്ളിൽ മാത്രമേ ഇത് ഫുൾ സെറ്റിലാവുള്ളൂ ഇന്ത്യനെ സംബന്ധിച്ച്. ബിക്കോസ് ഹ്യൂജ് കൺട്രി. അപ്പോൾ അതും സെറ്റിലാവണമെന്നുണ്ടെങ്കിൽ ഇത്ര സമയങ്ങളെടുക്കും. പലപ്പോഴും സാധനങ്ങൾക്കൊക്കെ വില കൂടി 15, 20, 25% വില കൂടിയുണ്ട്. ഞാൻ സെറ്റിൽ ഡൗൺ ആവായിരിക്കും. പക്ഷേ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം, കേരളം തന്നെ ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം ഒരിടത്തൊരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ, കൂടിക്കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കുന്ന പരിപാടികളില്ല. അതിന് ഗവൺമെൻറ്റിനും ഒരു പ്രോപ്പർ ചെക്ക് ലിസ്റ്റ് ഇല്ല, അവരാരും ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇന്നലെ ഒരു ടൈലിന് 100 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 120 ആക്കിയിട്ടുണ്ടാവും. ഈ 120 ഇനി 100 രൂപയിലേക്ക് തിരിച്ചു വരാനുള്ള യാതൊരു മാർഗങ്ങളും ഇല്ല. കാരണം ഇനി സർപ്ലസ് ഓയിലുണ്ടായാലും ഗ്യാസ് ഉണ്ടായാലും മറ്റുള്ള എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇതിലേക്ക് തിരിച്ചു വരില്ല. പക്ഷെ എന്നിരുന്നാലും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ പ്രൈസിൽ തന്നെ ഇന്നലെയും ഇന്നും നാളെയും സ്റ്റിക്ക് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ പ്രൈസ് ഹൈക്കിൻ്റെ പ്രശ്നങ്ങൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രോഡക്റ്റിൽ ഉണ്ടാകില്ല. നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടി ഇൻട്രസ്റ്റ് കാണിച്ച, ലീഡ് തന്ന, തീരുമാനം എടുക്കാതെ മാറി നിൽക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് അതിലേക്ക് ഇറങ്ങി വരാം. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരെണ്ണം സ്വന്തമാക്കാം. അത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സത്യം. കാരണം ഓരോ ദിവസങ്ങളും ചെല്ലുന്തോറും ഓട്ടോമാറ്റിക്കലി മറ്റുള്ള എല്ലാ പ്രൊഡക്റ്റുകളുടെയും കൺസ്ട്രക്ഷൻ കോസ്റ്റും ലേബർ കോസ്റ്റും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ നിങ്ങൾ കേരളത്തിലെ ആൾക്കാർക്ക് മലയാളം പത്രങ്ങളൊക്കെ വരാറുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു വർക്ക് ഫോഴ്സ് വരുന്നത് ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. അവരെല്ലാം ഇപ്പോൾ ചോദിക്കുന്ന ഡെയിലി റേറ്റ് 1200-1500 പോകണം. അതുപോലെ തന്നെ ഷോർട്ടേജ് ഓഫ് ലേബർ, അതും വളരെയധികം റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തൊട്ടാണ് ആൾക്കാർ തിരിച്ച് ഈ ബംഗാളിലെ ഇലക്ഷനും അല്ലാത്ത കാര്യങ്ങളും മറ്റുള്ള ഫെസ്റ്റിവലും ഇതെല്ലാം കഴിഞ്ഞ് ആൾക്കാർ തിരിച്ചു വന്നു. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു 60% മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. ഇനിയും വരാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ എല്ലാവരും ഈ വേതനം കൂട്ടിച്ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ, അതുപോലെ തന്നെ BJP ഗവൺമെൻറ്റാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ
കൂടുതലും നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ തന്നെയും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ് ബംഗ്ലാദേശിൽ നിന്ന്. കാരണം ഇത് രണ്ടും അയൽ രാജ്യങ്ങളാണ്, ഒരേ സംസ്കാരമുള്ള ആൾക്കാരാണ്, ഒരേ രീതിയിലുള്ള ആൾക്കാർ, ഒരേ ഷേപ്പിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്ന് ധാരാളം ആൾക്കാർ കുടിയേറി താമസിക്കുന്നുണ്ട്. അവരെല്ലാം ഇനി ഗ്രാജുവലായിട്ട് പുറത്തു പോകേണ്ടി വരും. അതിനുള്ള സ്ട്രിക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, ചെയ്ത് തുടങ്ങി ഓൾറെഡി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ന്യൂസ് പേപ്പറിലല്ല ഒരു ടി വിയിൽ ഞാൻ കണ്ടിരുന്നു, ഇവിടുത്തെ ഒരു കോർപ്പറേഷൻ മേയർ പറയുന്നുണ്ടായിരുന്നു, ഇവിടെയുള്ള ബംഗ്ലാദേശി ലേബർ ഫോഴ്സിനെ എല്ലാം കണ്ടെത്തി ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചുവിടും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ ലേബർ ഷോർട്ടേജസ് വലിയ പ്രശ്നമായിട്ട് വരും. നമ്മൾ മലയാളികൾ ആരും തന്നെ ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലോ അതുപോലുള്ള കാര്യങ്ങളിലോ ജോലി ചെയ്യുന്നില്ല. എന്തുകൊണ്ടോ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയായി പോയി. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ആൾക്കാരില്ലാത്തൊരവസ്ഥ വന്നു. നമ്മളൊരിക്കലും മലയാളികൾ മടിയുള്ളവരാണ്, അവർ പണിയെടുക്കാത്തതാണ് അല്ലെങ്കിൽ പണിക്ക് വരാത്തതാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം നമ്മൾ ഒരു 10-30 വർഷമായിട്ടിപ്പോൾ എല്ലാ ഫാമിലി ഒരു ന്യൂക്ലിയർ ഫാമിലി എന്നുള്ള നിലയിൽ പോകുന്നുണ്ട്. പഴയ പോലെ മെമ്പേഴ്സ് ഇല്ല, ഇപ്പോൾ മെമ്പേഴ്സ് കുറഞ്ഞു. 1 or 2 വെദർ ഇറ്റ് ഈസ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ വെദർ നോൺ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ, 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ കൂടുതലുണ്ടാവില്ല. അപ്പോൾ ആ ഒരു റേഷ്യോയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ ലേബർ ഫോഴ്സ് ഇല്ല, ആരും ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിന്ദിക്കാർ, ഈ ബംഗ്ലാദേശികളോട് പോയി കഴിഞ്ഞാൽ ദെൻ ഇവിടുത്തെ കാര്യം വളരെ പരിതാപകരമായിരിക്കും. അതനുസരിച്ച് പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുത്തേ പറ്റും. അപ്പോൾ കൂടുതലായിട്ട് വേജസുകൾ ചോദിക്കും. ആളെ കിട്ടിയില്ലെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റൂ, കൊടുത്തേ പറ്റൂ. അത് റിഫ്ലക്റ്റ് ആകാൻ പോകുന്നത് നമ്മളുടെ എന്തോ പ്രൊഡക്റ്റ്, ഒരു ഹോട്ടലിൽ പോയിട്ട് ചായ കുടിച്ചാലും അതുമേലും അത് റിഫ്ലക്റ്റ് ആവും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലും ടോട്ടലായിട്ട്, കാരണം ഇത് മാൻ പവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ അവിടെയും ഇത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ആ ഇഫക്റ്റ് ഡെഫിനറ്റ്ലി ടോട്ടൽ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിൽ കൂടുതൽ വില കയറി വരാനുള്ള ചാൻസേ ഉള്ളൂ, ഒരിക്കലും കുറയില്ല. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കണക്കിലിട്ടാക്കി. കാരണം ഇത് റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ മാത്രമല്ല, ഇറ്റ് വിൽ ബി എഫക്റ്റിംഗ് ഇൻ ഓൾ സോർട്ട് ഓഫ് ഇൻഡസ്ട്രീസ്. അല്ലെങ്കിൽ ഇപ്പോൾ ടൈൽസ് ആയാലും ടൈൽ മാനുഫാക്ചറിങ്, സ്റ്റീൽ മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ഏതെല്ലാം പ്രൊഡക്റ്റുകളാണ് മാനുഫാക്ചറുകൾ, അവിടെയെല്ലാം ഇതിൻ്റെ റിഫ്ലക്ഷനുണ്ട്. ഇതെല്ലാം കൂടി 1+1+1 വന്നു കഴിയുമ്പോൾ നമ്മൾ 3 ആയി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സിനാരിയോ നമ്മൾ ഓരോരുത്തരും വളരെ കാര്യഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. അതനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നീക്കാതെ പറ്റില്ല, നീക്കിയിരിക്കണം. അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനിയോ ടൈൽ കമ്പനിയോ സ്റ്റീൽ കമ്പനിയോ വേറെ ഏത് കമ്പനിയായാലും നിലനിൽക്കില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പ്രൈസിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ പ്രൈസ് ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ സ്ക്വയർ ഫീറ്റ് കൂടിയാലും നമ്മൾ ഒരിക്കലും അത് ക്ലയൻറ്റിന് ചോദിക്കാറില്ല. എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുക 10 രൂപയ്ക്കാണെങ്കിൽ ആ 10 രൂപയ്ക്ക് 100 രൂപ മൂല്യമുള്ള ഒരെണ്ണമാണ് ഈ ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റ് കൊണ്ടും മറ്റും ഉണ്ടാകുന്ന ഹൈക്കുകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ 100 രൂപയായാലും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ആ 10 രൂപയ്ക്ക് പറഞ്ഞാൽ അതിന് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് തന്നിരിക്കും. അതാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രിൻസിപ്പിളും. നമ്മൾ ഒരു ക്ലയൻസിനോടും ഇപ്പോൾ നമ്മുടെ കോവിഡ് വന്നപ്പോൾ 30% കൂടിയത്, 30% പ്രൈസ് ഹൈക്കുമെന്ന് എല്ലായിടത്തും. പക്ഷേ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 1% പോലും ഒരു കസ്റ്റമറോട് കൂട്ടി ചോദിച്ചുമില്ല, വാങ്ങിച്ചുമില്ല. വാട്ട് വി കമ്മിറ്റഡ് വി ഡെലിവേർഡ്, വാട്ട് വി കമ്മിറ്റഡ് വി രജിസ്റ്റേർഡ് ആൻഡ് ഗിവ്, വാട്ട് വി കമ്മിറ്റഡ് വി പ്രൊവൈഡഡ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ പൂർണ്ണമായി വിശ്വസിക്കാം. ബട്ട് ഡു ഇറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. നമ്മൾക്കും എല്ലാവർക്കും ഓരോ സമയമുണ്ടല്ലോ, അത് മാറിക്കൊണ്ടിരിക്കും, വിലകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കയറ്റി കൊണ്ടുപോകും. സോ ടേക്ക് യുവർ ഡിസിഷൻ, യു വിൽ ഗെറ്റ് എ പെർഫെക്റ്റ് പ്രൊഡക്റ്റ്. ആൻഡ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കേരളത്തിലെ ഏറ്റവും വിശ്വസ്തരായ ഒരു ബിൽഡറാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ നമ്മളിൽ എൻക്വയറിയൊക്കെ വരുന്നത്. അപ്പോൾ സോ യു പ്ലീസ് ഗോ ഹെഡ്. ഒരിക്കലും നമ്മൾക്ക് നിരാശപ്പെടേണ്ട വരികയില്ല. താങ്ക് യു.